ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന ചാപ്റ്ററാണ്. ഹ്യൂമാനിറ്റീസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 9ാമത്തെ അധ്യായവും എനിക്ക് തോന്നുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് 9ാമത്തെ അധ്യായം തന്നെയാണ്. സോ വി ആർ ഡിസ്കസിങ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അഥവാ SQL എന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. SQL എന്ന് വിളിക്കപ്പെടുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഇത് പറയുമ്പോൾ ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ദിസ് ഇസ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. പലപ്പോഴും എക്സാമിന് എഴുതി വെക്കുക SQLൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് എഴുതുന്നവരുണ്ട്. സ്റ്റാൻഡേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് എഴുതുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കുക, അത് തെറ്റാണ്. വളരെയധികം കുട്ടികൾ നിരന്തരം വരുത്തുന്ന ഒരു തെറ്റായതുകൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം ശരിക്കും പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്കറിയണം. ഇതിന് തൊട്ട് മുമ്പ് ഒരു ചാപ്റ്ററാണ് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് തിയറിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നുകൊണ്ട് തിയറി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് ആദ്യം തിയറി പഠിപ്പിക്കുകയും പിന്നെ പ്രാക്ടിക്കലിലേക്ക് വരികയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ആദ്യം നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നു, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ തിയറി പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ലെവലിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പറയുക. ഇതിപ്പോൾ അറിയുന്ന സംഭവത്തെക്കുറിച്ച് അതിൻ്റെ തിയറിറ്റിക്കൽ ആസ്പെക്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഡേറ്റാബേസ് എന്നാണ്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ ഇനീഷ്യലി ലിറ്റിൽ ബിറ്റ് ഓഫ് തിയറി, വളരെ ബേസിക് ആയിട്ടുള്ള തിയറി ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് ഈസ് an organized collection of interrelated data. An organized collection of interrelated data. ഡേറ്റാബേസിൽ ആകെയുള്ളത് ഡേറ്റയാണ്. എങ്ങനെയുള്ള ഡേറ്റയാണ്? ഇൻ്റർ റിലേറ്റഡ് ഡേറ്റയാണ്. ഇൻ്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമുള്ള ഡേറ്റയാണ്. അങ്ങനെയുള്ള പരസ്പരം ബന്ധമുള്ള ഡേറ്റയുടെ കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഇപ്പോൾ ഡേറ്റാബേസിനകത്ത് കുറേ ഡേറ്റയാണ്, കളക്ഷൻ ഓഫ് ഡേറ്റയാണ്, കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡേറ്റയാണ്. അത് ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡേറ്റയാണ്. വളരെ വ്യക്തമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഒരു രൂപകൽപ്പനയുള്ള ഒരു ഓർഗനൈസ്ഡ് ഫോമിലുള്ള കുറേ ഡേറ്റകളാണ് ഡേറ്റാബേസിലുള്ളത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിനെ എടുക്കുകയാണെങ്കിൽ സ്കൂളിലെ ഡേറ്റാബേസിൽ എന്തൊക്കെ ഉണ്ടാവും? സ്കൂൾ ഡേറ്റാബേസ് എടുക്കുകയാണ്. സ്കൂൾ ഡേറ്റാബേസ് DB എന്ന് വിളിക്കാം, സ്കൂൾ DB. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നമുക്കറിയാം, സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ഉണ്ടാവും, അല്ലേ? സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ഉണ്ടാവും. സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ ഉണ്ടായിരിക്കും, അല്ലേ? നെയിം ഉണ്ടായിരിക്കും, അല്ലേ? റിലീജിയൻ ഉണ്ടായിരിക്കും, കാസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലേ? അതുപോലെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, അഡ്രസ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കുട്ടികളുടെയും കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് കളക്ട് ചെയ്യും. അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് ടീച്ചർക്ക് ഒരു പെൻ നമ്പർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും, ഒരു നമ്പർ ഉണ്ടായിരിക്കും, അല്ലേ? ടീച്ചർക്ക് നെയിം ഉണ്ടായിരിക്കും, ടീച്ചർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അല്ലേ? ടീച്ചറുടെ സാലറി ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ കുറേ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യും. അത് പിന്നെ കോഴ്സസിൻ്റെ കോഴ്സസ്, സയൻസ് കോഴ്സ്, ഹ്യൂമാനിറ്റീസ്, അങ്ങനെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളുണ്ടാവും, പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ സ്കൂളിലെ ഡേറ്റാബേസിനകത്ത് എന്തുണ്ടാവും? ഇങ്ങനെ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ഡേറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബാങ്ക് എടുക്കുകയാണെങ്കിലോ ഇത് സെയിം തിങ്. ബാങ്കിനകത്ത് എന്തുണ്ടാവുക? ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡേറ്റകൾ. ഇപ്പോൾ ബാങ്കിൻ്റെ കസ്റ്റമർ ഡീറ്റെയിൽസ്, അല്ലെ? അക്കൗണ്ട് നമ്പർ, ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് നമ്പർ, അവിടെ നെയിം, അഡ്രസ്സ്, അയാളുടെ ബാലൻസ്, അയാളുടെ ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുറേ ആളുകളുടെ ഡേറ്റ ബാങ്കിൻ്റെ ഡേറ്റാബേസിനകത്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ റെയിൽവേ ബുക്കിംഗ് സിസ്റ്റം എടുക്കുകയാണെങ്കിലോ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്, ട്രെയിൻ നമ്പറുകൾ, ആ ട്രെയിനകത്തുള്ള എത്ര സീറ്റുകളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ്, ബുക്ക് ചെയ്യാത്ത സീറ്റിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ കസ്റ്റമേഴ്സ്, ബുക്ക് ചെയ്ത കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, ട്രാവലറുടെ ഡീറ്റെയിൽസ്, അങ്ങനെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു ട്രെയിൻ മാനേജ്മെൻറ്റ്, റെയിൽവേ ബുക്കിംഗ് സിസ്റ്റത്തിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഡേറ്റാബേസിനകത്ത് ഡേറ്റ ഉണ്ടാവുക.
ഒരു പെർട്ടിക്കുലർ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകളാണ് ഉണ്ടാവുക. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ ഡേറ്റാബേസ്, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഡേറ്റാബേസിനകത്ത് പിന്നെ എല്ലാ പൗരന്മാരുടെ ഇൻഫർമേഷൻ ഉണ്ടാവും, ആധാർ ഉണ്ടാവും, അല്ലേ, കുറേ ഡേറ്റേഴ്സ്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകൾ സൂക്ഷിക്കാനാണ് നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഡേറ്റാബേസ് ഈസ്. സോ വാട്ട് ഇസ് ഡേറ്റാബേസ് എന്ന ചോദ്യത്തിന് നമുക്ക് വീണ്ടും ഉത്തരം പറയാം. നൗ കമ്മിങ് ബാക്ക് വി ക്യാൻ സേ, എന്താണ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ? ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാബേസ് ഇസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡേറ്റ. പരസ്പരം ബന്ധപ്പെട്ട കുറേ ഡേറ്റയുടെ കളക്ഷനാണ് ഡേറ്റാബേസ്. സോ ദാറ്റ്സ് വാട്ട് ഡേറ്റാബേസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഇസ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ സൂക്ഷിക്കാനും അത് മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ്. ഇപ്പോൾ ഒരു സ്കൂളിലെ ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിലൊരു DBMS എന്ന സോഫ്റ്റ്വെയർ വേണം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊരു സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയർ ആണ് ഈ ഡാറ്റനെ മൊത്തം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആദ്യം നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലൈൻ എക്സ്പ്ലനേഷനും പറയുകയാണെങ്കിൽ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിൽ എന്താ ഉണ്ടാവുക? ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു മാനേജ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നൗ വാട്ട് ഇസ് RDBMS? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? RDBMS ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു DBMS ആണ്. RDBMS എന്ന് പറഞ്ഞാൽ ഒരു DBMS ആണ്. അതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിൾസ് ആയിട്ടാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. RDBMS ഈസ് എ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. RDBMS ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് എന്താ ഡാറ്റ സ്റ്റോർ, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ഡാറ്റ. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? റോസ് ആൻഡ് കോളംസ്. റോയും കോളവുമായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ടേബിളായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റാബേസ് എന്ന് വിചാരിക്കുക. സ്റ്റുഡൻറ്റിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും? അഡ്മിഷൻ നമ്പർ ഉണ്ടാവും, അല്ലേ? പിന്നെന്തുണ്ടാവും? നെയിം ഉണ്ടാവും. ദെൻ സ്റ്റുഡൻറ്റിൻ്റെ പിന്നെ അഡ്രസ്സ് ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക? റോയും കോളുമായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. 1001 എന്നുള്ള അഡ്മിഷൻ നമ്പറുള്ള ഹാരിസ് എന്ന സ്റ്റുഡൻറ്റ്, അല്ലേ? അതിൻ്റെ അഡ്രസ്സ് അരീക്കോട്. അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ 1002 സച്ചിൻ, അല്ലേ? മുംബൈ. ദെൻ 1003 ജോൺ, കോട്ടയം. ഇങ്ങനെ റോയും കോളായിട്ട് ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ടേബിൾ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുക? ടേബിൾ. ടേബിൾ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് റിലേഷൻസ്. ഇങ്ങനെ ഡേറ്റ കുറേ റിലേഷൻസ് ആയിട്ട് ടേബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന DBMSനെയാണ് എന്ത് വിളിക്കുന്നത്? RDBMS എന്ന് വിളിക്കുന്നത്. RDBMS ഒരു DBMS ആണ്. അതിൻ്റെ പ്രത്യേകത ഡേറ്റ റിലേഷൻസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. എങ്ങനെ സ്റ്റോർ ചെയ്യുക? റിലേഷൻസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ടേബിളായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക്. വാട്ട്സ് RDBMS? RDBMS is a relational database management system. It represents data as rows and columns. വരിയും നിരയുമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് RDBMS. RDBMSൻ്റെ ഫുൾ ഫോം റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് SQL. വാട്ട് ഈസ് SQL? ഇവിടെ മുതലാണ് നമ്മൾ ചാപ്റ്റർ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് SQL അഥവാ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാംഗ്വേജ്. ദിസ് ഇസ് എ ലാംഗ്വേജ് യൂസ്ഡ് ടു മാനേജ് ഡേറ്റ ഇൻ RDBMS. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള ഡേറ്റയെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. SQL ഉപയോഗിക്കുന്നത് RDBMS സോഫ്റ്റ്വെയറിൻ്റെ കൂടെയാണ്. RDBMS സോഫ്റ്റ്വെയറിൻ്റെ കൂടെ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിലെ ഡേറ്റനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു
ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വേണം, ഒരു ലാംഗ്വേജ് വേണം, ഒരു ക്വറി ലാംഗ്വേജ് വേണം. ആ ലാംഗ്വേജിനെയാണ് നമ്മൾ SQL എന്ന് പറയുന്നത്. SQL ഓർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാംഗ്വേജ്, അതൊരു ഭാഷയാണ്. എന്തിനുപയോഗിക്കുന്നു? യൂസ്ഡ് ടു മാനേജ് ഡേറ്റ, ഡേറ്റയെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇൻ എൻ RDBMS, ഒരു റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റയെ മാനേജ് ചെയ്യാനാണ് SQL ഉപയോഗിക്കുന്നത്. ഡേറ്റ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡേറ്റ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക, ഡേറ്റ ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഡേറ്റയിൽ മാറ്റങ്ങൾ വരുത്തുക, അപ്ഡേറ്റ് ചെയ്യുക, ഡേറ്റയിൽ നിന്ന് ക്വറി ചെയ്ത് നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കുക, സെലക്ട് ചെയ്യുക, ഡേറ്റയായിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ഓപ്പറേഷനെയാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് പറയുക? ഡേറ്റ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ മാനേജ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡേറ്റാബേസിലെ ഡേറ്റനെ മാനേജ് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? SQL യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഡേറ്റയെ മാനേജ് ചെയ്യാനാണ്. ഡേറ്റയെ മാനേജ് ചെയ്യുക എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡേറ്റയെ മാനേജ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡേറ്റാബേസിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക, അതുപോലെ ഡേറ്റാബേസിലെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുക, ഡേറ്റാബേസിലെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക, ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ നമുക്ക് ക്വറി ചെയ്തെടുക്കുക, സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ആര്? SQL അഥവാ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇപ്പോൾ എന്ത് മനസ്സിലായി? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഈസ് എ ലാംഗ്വേജ് യൂസ്ഡ് ടു മാനേജ് ഡേറ്റ ഇൻ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ദിസ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. SQL ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ഒരു ഡേറ്റാബേസ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ്. ഡേറ്റാബേസിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക, ഡേറ്റാബേസിലെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുക, ഡേറ്റാബേസിലെ ഡേറ്റയ്ക്ക് മോഡിഫിക്കേഷൻ വരുത്തുക, ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ ക്വറി ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾക്കാണ് SQL യൂസ് ചെയ്യുന്നത്. ഇനി SQLൻ്റെ കമ്പോണൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. SQLന് പ്രധാനമായിട്ട് 3 കോമ്പണൻസ് ഉണ്ട്. വൺ ഈസ് കോൾഡ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ദാറ്റ് ഇസ് DDL. സെക്കൻഡ് വൺ ഈസ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ദാറ്റ് ഇസ് DML, and third one is data control language. SQLൻ്റെ കോമ്പണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് 3 എണ്ണം ഉണ്ട്, പ്രധാനപ്പെട്ട 3 എണ്ണം ഉണ്ട്. വൺ ഈസ് കോൾഡ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ദ അതർ വൺ ഈസ് കോൾഡ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, തേർഡ് വൺ ഈസ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ദിസ് ഇസ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇങ്ങനെ 3 എണ്ണമായിട്ട് SQLൻ്റെ കോമ്പണൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, now we'll go to our notes. SQL കോമ്പണൻസിൽ ആദ്യത്തേത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DDL, ഡേറ്റയെ ഡിഫൈൻ ചെയ്യുന്ന ലാംഗ്വേജ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. എന്താണെന്ന് നോക്കാം. ദ DDL കമാൻഡ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ്, മോഡിഫൈ ഓർ റിമൂവ് ഡേറ്റാബേസ്, ടേബിൾസ്, വ്യൂസ്, എറ്റ്സെട്ര. DDL കമാൻഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? DDL കമാൻഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത് ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യുക. എന്ത് ഡേറ്റാബേസ്? ഒരു മിനിറ്റ്. ഡേറ്റാബേസ്, അതിലെ ടേബിൾസ്, വ്യൂസ്, ഈ സംഭവങ്ങളെ, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ ഡേറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതുപോലെ മോഡിഫൈ ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. ഇതിനാണ് എന്തുപയോഗിക്കുന്നത്? DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഡേറ്റാബേസിലുള്ള ചില സംഭവങ്ങളാണ് ടേബിൾസ്. എന്തൊക്കെയാണ്? ടേബിൾസ്, വ്യൂസ്. അപ്പോൾ നമുക്ക് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം, ഡേറ്റാബേസിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം, ഡേറ്റാബേസിൽ വ്യൂസ് ക്രിയേറ്റ് ചെയ്യണം. ഡേറ്റാബേസിലെ ടേബിൾസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം, ഡേറ്റാബേസിലെ ടേബിൾസിനെ അല്ലെങ്കിൽ വ്യൂവിനെ നമുക്ക് മോഡിഫൈ ചെയ്യണം, പുതിയ ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ടേബിൾ ഡിലീറ്റ് ചെയ്യാം, ടേബിൾ മോഡിഫൈ ചെയ്യാം, വ്യൂ ക്രിയേറ്റ് ചെയ്യാം, വ്യൂ ഡിലീറ്റ് ചെയ്യാം, വ്യൂ മോഡിഫൈ ചെയ്യാം, ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. എന്താണ് DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? DDL പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് ഡേറ്റാബേസിലുള്ള ഒബ്ജക്റ്റുകളായിട്ടുള്ള
ഡേറ്റാബേസ്, അതുപോലെ ദെൻ ടേബിൾസ്, അതുപോലെ വ്യൂസ്. ഈ സംഭവങ്ങളെ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. ഈ കാര്യങ്ങൾ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് DDL കമാൻഡ്സ്. ഏതൊക്കെയാണെന്നും കൂടെ പറയാം. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. DDL എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇതാണ് DDL. DDL കമാൻഡ്സ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് മോഡിഫൈ ആൻഡ് റിമൂവ് ഡേറ്റാബേസ്, ടേബിൾസ്, വ്യൂസ്. ഡേറ്റാബേസ്, ടേബിൾസ്, വ്യൂസ് ഇതൊക്കെ എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെയാണ് DDL ഉപയോഗിക്കുന്നത്. മനസ്സിലായി അല്ലേ? ഇനി അതിനുപയോഗിക്കുന്ന കമാൻഡുകളാണ് ക്രിയേറ്റ് കമാൻഡും ഓൾട്ടർ കമാൻഡും ഡ്രോപ്പ് കമാൻഡും. ടേബിൾസും ഡേറ്റാബേസും വ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് കമാൻഡ് ഉപയോഗിക്കും. അതെല്ലാം മോഡിഫൈ ചെയ്യാൻ ഓൾട്ടർ കമാൻഡ് ഉപയോഗിക്കും. അതെല്ലാം ഡ്രോപ്പ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ ഡ്രോപ്പ് കമാൻഡ് ഉപയോഗിക്കും. നമുക്ക് 3 സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഡേറ്റാബേസിൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? അതുപോലെ പിന്നെ എന്തുണ്ട്? ടേബിൾസ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ട്, വ്യൂസ് എന്ന് പറഞ്ഞ ഒബ്ജക്ട്സ് ഉണ്ട്, പിന്നെ കൺസ്ട്രെയിൻസ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഒബ്ജക്റ്റുകളെ നമുക്ക് ഇതിലേതെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് യൂസ് ചെയ്യും? ക്രിയേറ്റ് കമാൻഡ് യൂസ് ചെയ്യും. ഇതിനേതെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യും. ഇതിലേതെങ്കിലും നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഡ്രോപ്പ് കമാൻഡ് യൂസ് ചെയ്യും. ഇതെല്ലാം എന്ത് കമാൻഡുകളാണ്? ഈ തന്നിരിക്കുന്ന ഈ 3 എണ്ണവും ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിലെ കമാൻഡുകളാണ്. ഈ കമാൻഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡേറ്റാബേസിനെയും ടേബിളിനെയും വ്യൂവിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കമാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡേറ്റാബേസിനെയും ടേബിളിനെയും വ്യൂവിനെയും മോഡിഫൈ ചെയ്യുന്നത്. ഈ കമാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡേറ്റാബേസിനെയും ടേബിളിനെയും വ്യൂവിനെയും ഡ്രോപ്പ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ DDL കമാൻഡ്സിനുള്ള എക്സാമ്പിൾസ് ആണ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DDL കമാൻഡ്സിനുള്ള എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം ക്രിയേറ്റ് കമാൻഡ്, ഓൾട്ടർ കമാൻഡ് ആൻഡ് ഡ്രോപ്പ് കമാൻഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ DDL കമാൻഡ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇനി നമുക്ക് പറയാനുള്ളത് DDL നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം. DML, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡേറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. മാറ്റം വരുത്തുക എന്ന് ഉദ്ദേശിച്ചാൽ, ഉദാഹരണമായിട്ട് നമുക്ക് ഡേറ്റാബേസിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. ഡേറ്റാബേസിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യണം. പുതിയ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ ഡേറ്റാബേസിലുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യണം. ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. അതുപോലെ ഡേറ്റാബേസിലെ ഡേറ്റ മോഡിഫൈ ചെയ്യണം. നേരത്തെ പറഞ്ഞത് ഡേറ്റാബേസിൽ കുറേ ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് DDL പറഞ്ഞത് അല്ലേ? ടേബിളിൽ കുറേ ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. ഒന്നുകൂടെ പറയേ, അപ്പോൾ ഞാനതിന് കമ്പയർ ചെയ്ത് പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ DDL കമാൻഡ് ഉപയോഗിച്ച് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. DDL കമാൻഡ് ഉപയോഗിച്ച് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ? ഇനി ഈ ടേബിളിലേക്ക് നമുക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിൾ ആണെങ്കിൽ കുറേ കുട്ടികളുടെ ഡേറ്റ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഇൻസേർട്ട് കമാൻഡ് ഉപയോഗിക്കും. എന്താണ് ഉപയോഗിക്കുക? ഇൻസേർട്ട് കമാൻഡ്. ഈ ഇൻസേർട്ട് കമാൻഡ് ഒരു DML കമാൻഡാണ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് കമാൻഡാണ്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് കമാൻഡ് ഉപയോഗിക്കുക? ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ DDL കമാൻഡ് ഉപയോഗിക്കും. ടേബിൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ പിന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഏത് കമാൻഡ് ഉപയോഗിക്കും? ഇൻസേർട്ട് കമാൻഡ് ഉപയോഗിക്കും. അതുപോലെ ഒരു ടേബിൾ നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഏത് കമാൻഡ് ഉപയോഗിക്കും? ഇപ്പോൾ ഒരു ടേബിളിലെ സ്ട്രക്ചറൊക്കെ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾട്ടർ കമാൻഡ് ഉപയോഗിക്കും. ഓൾട്ടർ കമാൻഡ് ഇതൊരു DDL കമാൻഡാണ്. ഇനി ഈ ടേബിളിൽ നമുക്കെന്ത്, കുറേ കുട്ടികളെ ഇൻസേർട്ട് ചെയ്തല്ലോ, കുറേ സ്റ്റുഡൻറ്റിനെ ഇൻസേർട്ട് ചെയ്തു. ഇനി ഇൻസേർട്ട് ചെയ്ത ഡേറ്റയിൽ മോഡിഫിക്കേഷൻ വരുത്തണം. ഇപ്പോൾ ഒരു കുട്ടിയുടെ അഡ്രസ്സ് തെറ്റി, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആധാർ നമ്പർ തെറ്റാണ്, അത് അപ്ഡേറ്റ് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അങ്ങനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്ഡേറ്റ് കമാൻഡാണ്. അപ്ഡേറ്റ് കമാൻഡ് ഏത് കമാൻഡാണ്? അപ്ഡേറ്റ് കമാൻഡ്. ഇതൊരു DML കമാൻഡാണ്.
അപ്പോൾ എന്ത് വ്യത്യാസം മനസ്സിലായി? ടേബിളിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ DDL കമാൻഡ് യൂസ് ചെയ്യുക, ടേബിളിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ DDL കമാൻഡ് യൂസ് ചെയ്യാം. അതുപോലെ ടേബിളിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിലും DDL കമാൻഡ് യൂസ് ചെയ്യാം. പക്ഷേ ടേബിളിൽ ഇൻസേർട്ട് ചെയ്ത ഡേറ്റ അല്ലെങ്കിൽ ടേബിളിലേക്ക് നമുക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ടേബിളിലേക്ക് നമുക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കമാൻഡ് ഉപയോഗിക്കുക? DML കമാൻഡാണ് യൂസ് ചെയ്യുക. DML കമാൻഡ്. ടേബിളിലെ ഡേറ്റ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് എന്നുള്ള DML കമാൻഡാണ് യൂസ് ചെയ്യുക. അപ്ഡേറ്റ് എന്ന DML കമാൻഡ്. ഇനി ടേബിളിലെ എല്ലാ ഡേറ്റയും ഡിലീറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ ഡിലീറ്റ് എന്നുള്ള ഏത് കമാൻഡാണ്? ഡിലീറ്റ് എന്നുള്ള DML കമാൻഡ് യൂസ് ചെയ്യുക. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, സിമ്പിളാണ്, അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ DDL കമാൻഡ് യൂസ് ചെയ്യുക. DDL കമാൻഡ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ടേബിൾ മോഡിഫൈ ചെയ്യാനും ടേബിൾ റിമൂവ് ചെയ്യാനും നമ്മൾ ഏത് കമാൻഡ് ഉപയോഗിക്കും? DDL കമാൻഡ്സ് ഉപയോഗിക്കും. പക്ഷെ അതിനുള്ള കമാൻഡുകളാണ്, ഒന്നാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ക്രിയേറ്റ് കമാൻഡ്, മോഡിഫൈ ചെയ്യാനുള്ളത് ഓൾട്ടർ കമാൻഡ്, റിമൂവ് ചെയ്യാനുള്ള കമാൻഡ് ഡ്രോപ്പ് കമാൻഡ്. ഇതൊക്കെ DDL കമാൻഡ്സാണ്. പക്ഷേ ഇത് ടേബിളിൻ്റെ കേസ്. ഇനി ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം ടേബിളിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം, കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇൻസേർട്ട് ചെയ്യണം. ബട്ട് ടേബിളിൽ ഡേറ്റ ആഡ് ചെയ്യണം. അതേപോലെ ടേബിളിൽ ആഡ് ചെയ്ത കുട്ടികളുടെ ടേബിളിൻ്റെ ഡീറ്റെയിൽസ് അല്ല, കുട്ടികളുടെ ഡീറ്റെയിൽസിൽ മാറ്റം വരുത്തണം. കുട്ടീൻ്റെ അഡ്മിഷൻ നമ്പർ മാറ്റണം, കുട്ടിയുടെ പേരിൽ അക്ഷരത്തെറ്റുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുക. അപ്ഡേറ്റ്. അതേപോലെ ഒരു കുട്ടിയെ നമുക്ക് സ്കൂളിൽ നിന്ന് ഒഴിവാക്കണം, ഒരു കുട്ടിയെ ടേബിളിൽ നിന്ന് ഒഴിവാക്കണം, അപ്പോൾ അവിടെ നമ്മൾ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ടേബിളിലുള്ള ടേബിളിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ടേബിളിലുള്ള ഡേറ്റയിൽ ആഡ് ചെയ്യാനും അത് മാറ്റം വരുത്താനും കുട്ടികളെ ഡിലീറ്റ് ചെയ്യാനൊക്കെയാണ് ഇൻസേർട്ടും അപ്ഡേറ്റും ഡിലീറ്റ് ഉപയോഗിക്കുക. ഈ കമാൻഡ്സിനെയാണ് നമ്മൾ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുന്നത്? ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡും ടേബിൾ മോഡിഫൈ ചെയ്യാനും ടേബിൾ ഒഴിവാക്കാനുള്ള കമാൻഡ് DDL കമാൻഡും, ടേബിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം ടേബിളിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനും ആ ഡേറ്റയിൽ മോഡിഫിക്കേഷൻ വരുത്താനും ആ ഡേറ്റകൾ ഡിലീറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന കമാൻഡ്സാണ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ദാറ്റ് ഈസ് DML കമാൻഡ്സ്. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ടേബിളിൻ്റെ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻ വരുത്തുക, ടേബിളിനെ ഡിലീറ്റ് ചെയ്യുക, അതിന് DDL കമാൻഡ്സാണ് ഉപയോഗിക്കുക. ടേബിൾ ക്രിയേറ്റ് ചെയ്ത ശേഷം ടേബിളിലേക്ക് റെക്കോർഡ് ആഡ് ചെയ്യാനും ഡേറ്റ ആഡ് ചെയ്ത ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനും അപ്ഡേറ്റ് ചെയ്യാനും ചില ഡേറ്റകൾ ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ ഉപയോഗിക്കുന്നത് DML കമാൻഡ്. അപ്പോൾ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ടാണിത്, മറ്റേത് ടേബിളും വ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് DDL. സോ ദാറ്റ്സ് ദ ഡിഫറൻസ്. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇനിയും കൺഫ്യൂഷൻ ബാക്കിയുണ്ടെങ്കിൽ ഇതാ പറഞ്ഞത്, തിയറി ആദ്യം പറയുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാതെ തിയറി ആദ്യം പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ നമ്മൾ അങ്ങോട്ട് തിരിച്ചു വരും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഉണ്ട്. അതാണ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? SQLൻ്റെ കോമ്പണൻസ് അല്ലേ. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഡിസ്കസ് ചെയ്തു, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഡിസ്കസ് ചെയ്തു. ഇനി ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ് ഡിസ്കസ് ചെയ്യണം. എന്താണ് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്? ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഒന്നുകൂടെ പറയാം. DML, ദാറ്റ് ഇസ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, പെർമിറ്റ്സ് യൂസർ ടു ഇൻസേർട്ട് ഡേറ്റ ഇൻ ടു ടേബിൾ. DML ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിളിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാം. റിട്രീവ് എക്സിസ്റ്റിംഗ് ഡേറ്റ, ടേബിളിലെ ഡേറ്റ നമുക്ക് എടുക്കാം. ഡിലീറ്റ് ഡേറ്റ ഫ്രം ടേബിളിലെ ഡേറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒക്കെ ടേബിളിലുള്ള ഡേറ്റയായിട്ട് ബന്ധപ്പെട്ട. ടേബിളിലേക്ക് ഡേറ്റ ആഡ് ചെയ്യാം, ടേബിളിലെ ഡേറ്റ ഡിലീറ്റ് ചെയ്യാം, ടേബിളിലെ ഡേറ്റ നമുക്ക് എടുക്കാം. ആൻഡ് മോഡിഫൈ ഡേറ്റ, ടേബിളിലെ ഡേറ്റ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതിൻ്റെ കമാൻഡ്സാണ് സെലക്ട് ഡേറ്റ റിട്രീവ് ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇൻസേർട്ട്, ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ, അപ്ഡേറ്റ്, ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ, ഡിലീറ്റ്, ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ. സോ ടേബിളിലെ ഡേറ്റ എടുക്കണമെങ്കിൽ സെലക്ട് കമാൻഡ്, ടേബിളിലേക്ക് പുതിയ ഡേറ്റ ആഡ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് കമാൻഡ്, ഡേറ്റ മോഡിഫൈ ചെയ്യണമെങ്കിൽ ടേബിൾ മോഡിഫൈ ചെയ്യാനല്ല, ടേബിളിലെ ഡേറ്റ മോഡിഫൈ ചെയ്യാൻ അപ്ഡേറ്റ് കമാൻഡ്, ടേബിളിലെ ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് കമാൻഡ്. ഓക്കെ, നമ്മൾ വീണ്ടും പഠിക്കും. ഓക്കെ, നൗ വാട്ട് ഇസ്
ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, DCL എന്ന് വിളിക്കപ്പെടുന്ന ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്തിനാണ് യൂസ് ചെയ്യണത്? ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ഓർ DCL ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ആക്സസ് ടു ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്കുള്ള ആക്സസ് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഒരു ബാങ്കിലെ ഡാറ്റ എല്ലാവർക്കും അതിൽ പിന്നെ ആക്സസ് കൊടുക്കാൻ പറ്റില്ല. മാനേജർക്ക് കൊടുക്കുന്ന അത്ര സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. മാനേജർക്ക് പോലും കസ്റ്റമറുടെ ഡാറ്റയെ ഒന്നും ചെയ്യാൻ സാധിക്കാൻ പാടില്ല. ഒരു കസ്റ്റമറോട് അല്പം വിദ്വേഷം ഉണ്ടെങ്കിൽ അത് അയാളുടെ അക്കൗണ്ടിൽ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് മാനേജർ വിചാരിച്ചാൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഡാറ്റാബേസിലെ ഡാറ്റയ്ക്ക് എല്ലാവർക്കും ആക്സസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് കാണില്ലേ, ലോഗിൻ ചെയ്തിട്ട് അല്ലേ, ഇൻ്റർനെറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ട് ഡാറ്റ കാണാൻ പറ്റും. ആരുടെ ഡാറ്റ എനിക്ക് കാണാൻ പറ്റുക? എനിക്ക് എൻ്റെ ഡാറ്റ, എൻ്റെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എൻ്റെ ഡീറ്റെയിൽസ് വേറെ ഒരാൾക്കും കാണാൻ പറ്റില്ല, വേറൊരു കസ്റ്റമർക്കും കാണാൻ പറ്റില്ല, മറ്റൊരു കസ്റ്റമറുടെ ഡാറ്റ എനിക്കും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡാറ്റാബേസിലെ ഡാറ്റ ആർക്കൊക്കെ കാണാൻ പറ്റും, ആർക്കൊക്കെ തൊടാൻ പറ്റില്ല തുടങ്ങിയ കാര്യത്തിൽ ഒരു കൺട്രോൾ വേണം. ആ കൺട്രോൾ വരുത്താനാണ് ഈ DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ആക്സസ് ടു ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്കുള്ള ആക്സസ് കൺട്രോൾ ചെയ്യുക. ആക്സസ് പറഞ്ഞാൽ ഡാറ്റ കാണാനും ഡാറ്റയിൽ മോഡിഫിക്കേഷൻ വരുത്താനൊക്കെയുള്ള സ്വാതന്ത്ര്യത്തിന് ചില പരിധികൾ ഏർപ്പെടുത്തുക. DCL ഈസ് യൂസ്ഡ് ടു ഗ്രാൻഡ് ആൻഡ് റിവോക്ക് പ്രിവിലേജസ് ടു യൂസേഴ്സ്. ഡാറ്റാബേസ് ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ യൂസേഴ്സ് എന്ന് പറയുക. ഡാറ്റാബേസ് ഉപയോഗിക്കുന്ന ആൾ, ആ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചില സംഭവങ്ങൾ ഗ്രാൻഡ് ചെയ്യുക, അനുവദിക്കുക, ചില സംഭവങ്ങൾ റിവോക്ക് ചെയ്യുക. സംഗതികൾ എന്ന് പറഞ്ഞാൽ ചില പ്രിവിലേജുകൾ ഗ്രാൻഡ് ചെയ്യാനും ചില പ്രിവിലേജുകൾ എടുത്തു കളയാനുമാണ് ഏത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്? DCL. അതായത് ഒരാൾക്കൊരു ഡാറ്റയിലേക്ക് അതിലെ ഡാറ്റ കാണാനുള്ള സ്വാതന്ത്ര്യം, പ്രിവിലേജ് ഉണ്ടാവും. ചില ആൾക്ക് ആ ഡാറ്റാബേസിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും, പക്ഷേ അത് എല്ലാവർക്കും കൊടുക്കില്ല. ചില ആളുകൾക്ക് അതിലെ ഡാറ്റയ്ക്ക് മോഡിഫിക്കേഷൻ വരുത്താനുള്ള പ്രിവിലേജ് ഉണ്ടാവും. അങ്ങനെ പ്രിവിലേജ് ഒരു യൂസർക്ക് പ്രിവിലേജ് കൊടുക്കാനും ചിലപ്പോൾ കൊടുത്ത പ്രിവിലേജ് ദുരുപയോഗം ചെയ്യുമെന്ന് കാണുമ്പോൾ ആ പ്രിവിലേജ് റിവോക്ക് ചെയ്യാനും എടുത്തു കളയാനൊക്കെയുള്ള കമാൻഡുകളാണ് എന്തിലുള്ളത്? DCL-ലുള്ളത്. സോ DCL ഈസ് യൂസ്ഡ് ടു ഗ്രാൻഡ് ആൻഡ് റിവോക്ക് പ്രിവിലേജസ് ടു യൂസേഴ്സ്. ഏതൊക്കെയാണ് DCL കമാൻഡ്സ്? രണ്ട് പ്രധാനപ്പെട്ട DCL കമാൻഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺ ഇസ് ഗ്രാൻഡ്, ദ അതർ വൺ ഇസ് റിവോക്ക്. ഗ്രാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അലൗസ് ആക്സസ് പ്രിവിലേജസ് ടു ആക്സസ് പ്രിവിലേജസ് ടു ദ യൂസേഴ്സ് ഇൻ ദ ഡാറ്റാബേസ്. യൂസേഴ്സിന് പ്രിവിലേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗ്രാൻഡ് ചെയ്യുക. പ്രിവിലേജ് ഗ്രാൻഡ് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? ഗ്രാൻഡ് എന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കൊടുത്തിരിക്കുന്ന പ്രിവിലേജിനെ വിഡ്രോ ചെയ്യാനാണ് റിവോക്ക് കമാൻഡ് ഉപയോഗിക്കുന്നത്. വിഡ്രോസ് യൂസസ് ആക്സസ് പ്രിവിലേജ് ഗിവൺ ബൈ യൂസിങ് ഗ്രാൻഡ് കമാൻഡ്. ഗ്രാൻഡ് കമാൻഡ് ഉപയോഗിച്ച് ഒരാൾക്കൊരു പ്രിവിലേജ് കൊടുത്തു, കുറച്ച് കഴിഞ്ഞപ്പം തോന്നുകയാണ് അയാൾക്ക് ആ പ്രിവിലേജ് കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റിവോക്ക് കമാൻഡ് ഉപയോഗിച്ചിട്ട് കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് റിവോക്ക് ചെയ്യാം. ഓക്കെ, സോ അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ വിശദമായിട്ട് പഠിക്കും. സോ ആ 3 ടൈപ്പ് കോമ്പണൻസ് ആണുള്ളത്, 3 പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണുള്ളത് SQL-നകത്ത്. വൺ ഈസ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അതൊരു ഡാറ്റാബേസും ടേബിളും വ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അതെല്ലാം ഡിലീറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെയുള്ള സംഭവം. ദെൻ അടുത്ത ഇത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡാറ്റാബേസിലുള്ള ഡാറ്റ, ടേബിളിലൊക്കെയുള്ള ഡാറ്റ അതിലേക്ക് പുതിയത് ആഡ് ചെയ്യാനും ഉള്ളത് ഡിലീറ്റ് ചെയ്യാനും അതേപോലെ ഡാറ്റയിൽ മാറ്റങ്ങൾ വരുത്താനാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് യൂസർക്ക് പ്രിവിലേജ് നൽകാനും ഗ്രാൻഡ് ചെയ്യാനും നൽകിയിരിക്കുന്ന പ്രിവിലേജിനെ റിവോക്ക് ചെയ്യാനും തിരിച്ചെടുക്കാനും ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് 3 SQL-ലെ പ്രധാനപ്പെട്ട 3 കോമ്പണൻസ്. ഇനി SQL-ലെ ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റ ടൈപ്സ് എന്താണ്? SQL-ലെ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താണ് ഈ ഡാറ്റ ടൈപ്പ് അല്ലേ? എന്താണ് ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്പ് ഡിഫൈൻസ് ദ ടൈപ്പ് ഓഫ് വാല്യൂ ദാറ്റ് മേ ബി എൻറ്റേർഡ് ഇൻ ദ കോളം ഓഫ് എ ടേബിൾ. എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ഒരു ടേബിൾ കുറേ കോളംസ് ഉണ്ടാവും. ആ ഓരോ കോളത്തിലും വ്യത്യസ്തമായ ഡേറ്റകളായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ് ആണെന്ന് വിചാരിക്കുക. സ്റ്റുഡൻറ്റ്
ഡാറ്റാബേസ്. അപ്പോൾ ഇതിനകത്ത് അഡ്മിഷൻ നമ്പർ ഉണ്ടാവും, അഡ്മിഷൻ നമ്പർ അല്ലേ. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ടാവും അല്ലേ, സ്റ്റുഡൻറ്റിൻ്റെ കോഴ്സ് ഉണ്ടാവും, കോഴ്സ്. ഇനി സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, DOB ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്. സ്റ്റുഡൻറ്റിൻ്റെ വേണമെങ്കിൽ മാർക്ക് ഉണ്ടാവാം, മാർക്ക് അല്ലെങ്കിൽ ഹൈറ്റ്, എന്തെങ്കിലും ഇൻഫർമേഷൻ, മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത്രയും ഇൻഫർമേഷനാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക, 1001 അല്ലെങ്കിൽ 101 ഹാരിസ് അല്ലേ, സയൻസിന് പഠിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് 1/1/2000 അല്ലേ, മാർക്ക് 98 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റുഡൻറ്റ് 102 എന്ന സ്റ്റുഡൻറ്റ്, സച്ചിൻ എന്ന പേര്, കൊമേഴ്സിന് പഠിക്കുന്നു, 2/3/2001 ജനിച്ചു, 89 മാർക്കുണ്ട്. നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് 103 എന്ന സ്റ്റുഡൻറ്റ്, വി ഹാവ് പഠാൻ അല്ലേ, ഹ്യൂമാനിറ്റീസിന് പഠിക്കുന്നു, 3/4/2002 ജനിച്ചു. ഓക്കെ, ദെൻ സം 99 മാർക്കുണ്ട്. ഇങ്ങനെ ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ ഈ ഡേറ്റയുള്ള ഡേറ്റിനെ ശ്രദ്ധിച്ചാൽ ഓരോ കോളത്തിലും വ്യത്യസ്തമായ ഡേറ്റയുള്ളത്. അപ്പോൾ അഡ്മിഷൻ നമ്പർ എന്ന കോളത്തിലുള്ള ഡേറ്റ ശ്രദ്ധിക്കുക, ഇതെല്ലാം എന്താണ്, നമ്പറുകളാണ് അല്ലേ. ഇനി അടുത്ത കോളം ശ്രദ്ധിക്കുക, മറ്റൊരു കോളം എടുക്കുക, നെയിം എന്ന കോളം എടുക്കുകയാണെങ്കിൽ ഈ ഇതിലെ വാല്യൂ ഒക്കെ ടെക്സ്റ്റ് ഡേറ്റയാണ്. ഇനി മറ്റൊരു കോളം എടുക്കുക, കോഴ്സ് എന്ന് കൊടുത്ത സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇതിനകത്തുള്ള ഡേറ്റയൊക്കെ ടെക്സ്റ്റ് ഡേറ്റയാണ്. ഇനി മറ്റൊരു കോളം എടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതിനകത്തുള്ള ഡേറ്റകളൊക്കെ എന്താണ്, ഡേറ്റുകളാണ് അല്ലേ. ഇനി മാർക്ക് എന്ന കോളത്തിലെ വാല്യൂസ് നമ്പറുകളാണ്. അപ്പോൾ എന്ത് മനസ്സിലായി, അഡ്മിഷൻ നമ്പർ എന്ന കോളത്തിലുള്ള വാല്യൂ ഒക്കെ നമ്പറുകളാണെന്ന് മനസ്സിലായി. നെയിം എന്ന കോളത്തിലുള്ള വാല്യൂസൊക്കെ ടെക്സ്റ്റാണെന്ന് മനസ്സിലായി. കോഴ്സ് എന്ന കോളത്തിലുള്ള വാല്യൂസൊക്കെ ടെക്സ്റ്റാണെന്ന് മനസ്സിലായി. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന കോളത്തിലുള്ള വാല്യൂസൊക്കെ ഡേറ്റുകളാണെന്ന് മനസ്സിലായി അല്ലേ. മാർക്കിൻ്റെ കോളത്തിലുള്ള വാല്യൂസൊക്കെ നമ്പറുകളാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ടൈപ്പ് ഡേറ്റകളുണ്ട്. ചില ഡേറ്റ നമ്പറായിരിക്കും, അഡ്മിഷൻ നമ്പർ ആയിരിക്കും, മാർക്ക് നമ്പർ ആയിരിക്കും. ചില ഡേറ്റ ടെക്സ്റ്റ് ആയിരിക്കും. അപ്പം നെയിം ഹാരിസ്, സച്ചിൻ, ഇതൊക്കെ ടെക്സ്റ്റ് ഡേറ്റയാണ്. കോഴ്സ് എടുക്കുകയാണെങ്കിലും ടെക്സ്റ്റ് ഡേറ്റയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുകയാണെങ്കിലോ ആ കോളത്തിലുള്ള ഡേറ്റയൊക്കെ ഡേറ്റുകളാണ്. മാർക്ക് എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ മാർക്കുകളാണ്. അങ്ങനെ എന്ത് മനസ്സിലായി, പല ടൈപ്പ് ഡേറ്റയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പല ടൈപ്പ് ഡേറ്റാബേസ് സൂക്ഷിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ടൈപ്പ് ആ DBMS എന്ന സിസ്റ്റത്തിൽ വേണം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ വ്യത്യസ്തമായ ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ വ്യത്യസ്തമായ ഡേറ്റ ടൈപ്പുകൾ ആ ഡേറ്റാബേസ് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ MySQLൽ അല്ലെങ്കിൽ ഡേറ്റാബേസിൽ അല്ലെങ്കിൽ SQLലുള്ള പഠിക്കാൻ പോകുന്നത് SQLലുള്ള നമ്മുടെ ഡേറ്റ ടൈപ്പുകൾ ഏതൊക്കെ ഡേറ്റ ടൈപ്സാണ് SQLൽ ഉള്ളത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ ഉണ്ട് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, നമ്മളെ നോട്ട്സിലേക്ക് തിരിച്ചു വരാം. ഡേറ്റ ടൈപ്സ് ഇൻ SQL ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്? ന്യൂമറിക് ഡേറ്റ ടൈപ്സ് ഉണ്ട്. SQLൽ ഏതൊക്കെ ഡേറ്റ ടൈപ്പ് ഉണ്ട്? ന്യൂമറിക് ഉണ്ട്, സ്ട്രിങ് ഉണ്ട് അഥവാ ടെക്സ്റ്റ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്. എത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്? വേറെയും കുറേ എണ്ണം ഉണ്ട്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കുന്നത് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്പ്, ടെക്സ്റ്റ് ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രിങ് എന്നും വിളിക്കുക. അതിനെ ടെക്സ്റ്റിനെ സ്ട്രിങ് എന്ന് വിളിക്കുക. മറ്റൊന്നാണ് ഡേറ്റ് ഡേറ്റ ടൈപ്പ്, ടൈം ഡേറ്റ ടൈപ്പ്. ഓക്കെ, നൗ ഡേറ്റ ടൈപ്സിനകത്ത് ആദ്യം വരുന്നത് ന്യൂമറിക് ഡേറ്റ ടൈപ്സാണ്. ന്യൂമറിക് ഡേറ്റ ടൈപ്പ് SQLലെ ന്യൂമറിക് ഡേറ്റ ടൈപ്പ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇൻറ്റ് അല്ലെങ്കിൽ അതിനെ ഇൻറ്റിജർ എന്ന് വിളിക്കും, മറ്റൊന്ന് DEC അല്ലെങ്കിൽ ഡെസിമൽ എന്ന് വിളിക്കും. രണ്ട് ഡേറ്റ ടൈപ്പാണ് പിന്നെ ന്യൂമറിക് ഡേറ്റ ടൈപ്പ്. SQLനകത്ത് രണ്ട് ശ്രദ്ധിക്കുക. SQLനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തേത് ന്യൂമറിക് ഡേറ്റ ടൈപ്പാണ്. നമ്പറുകൾ ന്യൂമറിക് ഇങ്ങനെ എഴുതണം, ന്യൂമറിക് ഡേറ്റ ടൈപ്സ്. ന്യൂമറിക് ഡേറ്റ ടൈപ്പിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റിജർ എന്ന് വിളിക്കും. മറ്റൊരു ഡേറ്റ ടൈപ്പാണ് DEC അല്ലെങ്കിൽ ഡെസിമൽ. ഇതിന് നമുക്ക് പേര് കേട്ടാൽ മനസ്സിലാവും. എന്താ മനസ്സിലാവാം? ഇൻറ്റിജറിൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പർ, ഇപ്പോൾ 101, 123, 1024 ഇതൊക്കെ പോയിൻ്റ് ഇല്ലാത്ത നമ്പർ. ഡെസിമലാണെങ്കിൽ പോയിൻ്റ് ഉള്ളത്, അതായത് 0.23, 1.24, 525.47 ഇങ്ങനെ പോയിൻ്റ് ഉള്ള നമ്പറിനെയാണ് നമ്മളെന്ത് പറയുക?
ഡെസിമൽ. ഇത് രണ്ടും SQL സപ്പോർട്ട് ചെയ്യും. സോ ന്യൂമറിക് ഡേറ്റ ടൈപ്പിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ഇൻറ്റിജർ എന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. മറ്റൊരു പേരാണ് ഇൻറ്റിജർ, ഇൻറ്റ്. മറ്റൊരു ഡേറ്റ ടൈപ്പാണ് DEC, അതിനെ ഡെസിമൽ എന്ന് വിളിക്കുന്നു. ഡെസിമലിൽ പോയിൻ്റ് ഉള്ള നമ്പറുകളും ഇൻറ്റിജറിൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളുമാണ് സ്റ്റോർ ചെയ്യാം. ഓക്കെ, സോ എന്താ നോട്ട്സ് പറയുന്നത് നോക്കാം. ഇൻറ്റിജേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത മുഴുവൻ നമ്പറുകൾ. ഇപ്പോൾ 1.5 പറഞ്ഞാൽ മുഴുവൻ ഉണ്ടാവുമോ? 1.5, ഒരു അരയുണ്ട്, പൊട്ടുണ്ട്, ഒരു ഫ്രാക്ഷൻ ഉണ്ട് അല്ലേ? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ എല്ലാത്തിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുക. കാല് ഫ്രാക്ചറായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കാല് പൊട്ടിയെന്നാണ്. അതായത് കാല് മുഴുവൻ ഉള്ള ഒരു കാല് പൊട്ട് സംഭവിച്ചു. അപ്പോൾ 1.5 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ നമ്പറാണ്. 2.47 പറഞ്ഞാൽ ഫ്രാക്ഷൻ നമ്പറാണ്. 100.28 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പറാണ്. അങ്ങനെ ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പറിനെയാണ് എന്ത് പറയുക? ഇൻറ്റിജർ. ഫ്രാക്ഷൻ ഉള്ള നമ്പറിനെയാണ് എന്ത് പറയുക? ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സ് വിത്ത് ഫ്രാക്ഷൻ പാർട്ട്. ഫ്രാക്ഷൻ ഉള്ള നമ്പറിനെയാണ് ഡെസിമൽ എന്ന് പറയുക. അത് നമ്മൾ ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുക ഡെസിമൽ സൈസ് D എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ DEC സൈസ് D എന്ന രീതിയിൽ പറയും. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉദാഹരണമായിട്ട് നമുക്കൊരു നമ്പർ, ഇപ്പോൾ നമുക്ക് പ്രൈസ് സ്റ്റോർ ചെയ്യണം. പ്രൈസ് സ്റ്റോർ ചെയ്യുമ്പോൾ അതെന്താണ്? ഫ്രാക്ഷൻ ഉണ്ടാവും അല്ലേ? 10 രൂപയും 50 പൈസയും ഇപ്പോൾ ഫ്രാക്ഷൻ ഉള്ള നമ്പറുകൾ. അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് DEC എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ പറയാം, ആ 2 പാർട്ട് ഉണ്ടാവും. അപ്പോൾ 5,2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളത്തിൽ നമുക്ക് 5 അക്ക നമ്പർ സ്റ്റോർ ചെയ്യുക. 5 അക്ക നമ്പർ സ്റ്റോർ ചെയ്യുക. അതിൽ 2 അക്കങ്ങൾ എന്തിനുള്ളതായിരിക്കും? പോയിന്റിന് ശേഷമുള്ളതായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് 535.24. ഇതിൽ ആകെ എത്ര അക്കങ്ങളുണ്ട്? 5 അക്കമുണ്ട്. അതിൽ 2 പാർട്ട് എന്താണ്? പോയിന്റിനുള്ളതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതുക DEC 10, നമ്മളിങ്ങനെ എഴുതി DEC 10,2 എന്ന് പറഞ്ഞാൽ 10 അക്ക നമ്പർ ഉണ്ടാവാം. ഉദാഹരണമായിട്ട് 9, 7, 6, 4, 5, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 അക്ക നമ്പറിൽ ഇത് കണ്ടോ, 2 ഭാഗം. 2 എന്തിനു കൊടുക്കണം? ഡെസിമലിന് കൊടുക്കണം. ബാക്കിയുള്ള 1, 2, 3, 4, 5, 6, 7, 8 ഭാഗം നമ്മൾ എന്തിനു കൊടുക്കണം? നമ്പർ ഉണ്ടാവും. ഇൻറ്റിജർ പാർട്ടിന് കൊടുക്കും. ബാക്കിയുള്ള 2 പാർട്ട് പോയിന്റിന് ശേഷം. ഇങ്ങനെ എഴുതിയാതാ സംഖ്യയിൽ മൊത്തം 10 ഡിജിറ്റ് ഉണ്ടാവാം, 10 അക്കങ്ങൾ ഉണ്ടാവാം. ആ അക്കത്തിൽ 2 അക്കങ്ങൾ എന്തിനു കൊടുക്കണം? ഡെസിമൽ പോയിൻ്റുള്ള പാർട്ടിന് കൊടുക്കണം. ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് ടോട്ടൽ നമ്പറിൻ്റെ സൈസാണ്. ഈ രണ്ടാമത്തെ ഭാഗത്തിനെ നമ്മൾ പ്രിസിഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്രിസിഷൻ എന്ന് വിളിക്കും. ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈസ് D എന്ന് പറഞ്ഞാൽ ഡെസിമൽ പാർട്ട് എത്ര ഉണ്ട്? ഇപ്പോൾ 10,2 എന്ന് കൊടുത്താൽ മൊത്തം 10 അക്ക നമ്പറാണ്. അതിൽ 2 അക്കം ഡെസിമൽ പാർട്ടിന് കൊടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇതാണ് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്പ്. ഇപ്പോൾ നമുക്കറിയാം SQLൽ പല ഡേറ്റ ടൈപ്പുകളുണ്ട്. അതിൽ SQLലെ ആദ്യത്തെ ഡേറ്റ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ ഡേറ്റ ടൈപ്പ് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്പാണ്. അതിൽ ഒന്ന് ഇൻറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പും മറ്റൊന്ന് DEC എന്ന ഡേറ്റ ടൈപ്പുമാണ്. അപ്പോൾ ഇനി രണ്ടാമത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SQLലെ രണ്ടാമത്തെ ഡേറ്റ ടൈപ്പായ ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് എന്നുള്ളൊരു ഡേറ്റ ടൈപ്പ് ഉണ്ട്. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനുള്ള സ്ട്രിങ്ങാണിത്. അപ്പോൾ അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കാം, സ്ട്രിങ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡേറ്റ ടൈപ്പ്. 2 ടൈപ്പ് സ്ട്രിങ് 2 രീതിയിൽ സ്റ്റോർ ചെയ്യാം. ഒന്ന് കെയർ എന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാം, ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്യാം. മറ്റൊന്ന് വാർക്യാറായിട്ട് സ്റ്റോർ ചെയ്യാം. കെയർ സ്റ്റോർ ചെയ്യാം, വാർക്യാറായിട്ട് സ്റ്റോർ ചെയ്യാം. കെയർ ഈസ് ഫിക്സ്ഡ് ലെങ്ത്, varchar is variable length text. Char is fixed length text, varchar is variable length text. ഇതെന്താണെന്ന് നോക്കാം നമുക്ക്.
രണ്ട് രീതിയിൽ സ്റ്റോർ ചെയ്യാം. എന്താണ് ടെക്സ്റ്റ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യണം അല്ലേ? നെയിം എങ്ങനെയുണ്ടാവുക? സച്ചിൻ എന്നുണ്ടാവും. മറ്റൊരാളെ പേര് ചിലപ്പോൾ എന്തായിരിക്കും? പിന്നെ ഹാരിസ് മുഹമ്മദ് എന്നാവും. ഹാരിസ് മുഹമ്മദ് എന്നാവും അല്ലേ? അപ്പോൾ നമുക്ക് ഒരു പിന്നെ ഡേറ്റാബേസിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം സ്റ്റോർ ചെയ്യുമ്പോൾ അത് എത്ര വലുപ്പം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഓരോ കുട്ടികളുടെ പേരും ഓരോ രീതിയിലാണ്, ഓരോ വലുപ്പത്തിലാണ്. അപ്പോൾ നമുക്ക് ഡേറ്റാബേസിൽ ഇപ്പോൾ നെയിം സ്റ്റോർ ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ പറയാം. നമുക്കൊരു മാക്സിമം സൈസ് ഇടാം. ഉദാഹരണമായിട്ട് നെയിം എന്ന കോളത്തിന് നമ്മൾ 50 ക്യാരക്ടർ സെറ്റ് ചെയ്ത് വിചാരിക്കുക. എത്ര ക്യാരക്ടറാണ്? 50 ക്യാരക്ടർ സെറ്റ് ചെയ്ത്. അപ്പം ഡേറ്റാബേസിൽ എന്ത് ചെയ്യും? 50 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി വെക്കും. 50 ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി വെക്കും. പക്ഷേ ചിലപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ ചിലത് ഹാരിസ് എന്നുള്ളത് ഇത്രയായിരിക്കും, ബാക്കിയുള്ളതൊക്കെ വെറുതെ കിടക്കും അല്ലേ? അടുത്ത ആൾ ചോദിക്കുമ്പം മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നാകുമ്പോൾ വലിയ പേരായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാം, മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. ഒന്ന് ഫിക്സ്ഡ് ലെങ്ത് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം, ഫിക്സ്ഡ് ലെങ്ത്. മറ്റൊന്ന് വേരിയബിൾ ലെങ്ത് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നെയിമിന് എത്ര സ്ഥലം അനുവദിക്കണം ഡേറ്റാബേസിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കിങ്ങനെ പറയാം, നെയിം കെയർ നമുക്ക് പറയാം 50 എന്ന് പറയാം. അല്ലെങ്കിൽ നെയിമിനെ മറ്റൊരു രീതി പറയാം, നെയിം അതിനെത്ര കൊടുക്കണം? വേർ കെയർ 50 എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഫിക്സ്ഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുമ്പോഴാണ് അതിനെ നമ്മളെന്ത് പറയുന്നത്? വേരിയബിൾ ലെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കെയർ 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെയിമിന് നമ്മൾ ഡേറ്റ ടൈപ്പ് ഇങ്ങനെ കൊടുത്തു, കെയർ 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ? ഏത് പേരാണെങ്കിലും 50 സ്പേസ് അലോക്കേറ്റ് ചെയ്യും, 50 സ്പേസ്. അപ്പം 3 അക്ഷരമുള്ള അബി എന്നുള്ള പേരാണെങ്കിലും ശ്രദ്ധിക്കുക, 3 അക്ഷരമുള്ള എബി എന്നുള്ള പേരാണെങ്കിലും ABI എന്ന് സ്റ്റോർ ചെയ്യും. ബാക്കിയുള്ള ലൊക്കേഷനൊക്കെ അതേപോലെ കിടക്കും. നമ്മൾ നെയിം എങ്ങനെ കൊടുത്താൽ, നെയിം നമ്മൾ കെയർ 50 എന്ന് കൊടുത്താൽ, നെയിം കെയർ 50 എന്ന രീതിയിൽ കൊടുത്താൽ ചെറിയ പേരാണെങ്കിലും വലിയ പേരാണെങ്കിലും ഇവിടെ എത്രയാണ് കൊടുത്തത്? 50 ആണെങ്കിൽ 50 ലൊക്കേഷൻ അവിടെ അലോക്കേറ്റ് ചെയ്യും, മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ? വാർ കെയർ 50 എന്നാണ്. നെയിം വാർ കെയർ 50 എന്നാണെങ്കിൽ മാക്സിമം 50 ക്യാരക്ടർ വരെയുള്ള പേര് സ്റ്റോർ ചെയ്യാം. പക്ഷേ അബി പോലെയുള്ള 3 അക്ഷരമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? അബിന്ന് സ്റ്റോർ ചെയ്യാൻ മാത്രമുള്ള സ്പേസ് എടുക്കും, ബാക്കിയൊക്കെ ഫ്രീ ആക്കും. ബാക്കി അലോക്കേറ്റ് ചെയ്ത് അവിടെ എടുത്തു വെക്കില്ല. ഇതിൻ്റെ കേസിൽ അബി ആണെങ്കിലും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആണെങ്കിലും ശരി, പിന്നെ 50 ക്യാരക്ടർ അവിടെ സ്ഥലം അലോക്കേറ്റ് ചെയ്യും. അത് ചെറിയ പേരാണെങ്കിലും അത്രയും സ്ഥലം കൊടുക്കും, ബാക്കിയുള്ളത് ഫ്രീ ആയിട്ട് കിടക്കും. പക്ഷേ ഈ വാർ കെയർ രീതിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, വാർ കെയർ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേര് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ പേരിന് ആവശ്യമുള്ള സ്ഥലം മാത്രം എടുക്കുകയും ബാക്കി ഫ്രീ ആക്കി കളയുകയും ചെയ്യും. ബാക്കി അത് അലോക്കേറ്റ് ചെയ്ത് വെക്കില്ല, അവിടെ എടുത്ത് വെക്കില്ല. അത് വേറൊരു പേര് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത്രയേ ഉള്ളൂ. നെയിമിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. നെയിം നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, കെയർ 25 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ നെയിം വാർ കെയർ 25 എന്ന് കൊടുക്കാം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേര് സ്റ്റോർ ചെയ്യാനും 25 ക്യാരക്ടർ എടുക്കും. ഏത് പേര്, അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എടുക്കും. ഇതിൻ്റെ കേസിൽ വാർ കെയർ 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ പേരാണെങ്കിൽ ആവശ്യമുള്ള അത്ര എടുക്കുള്ളൂ, വേരിയബിൾ ക്യാരക്ടറാണ്. ഇപ്പോൾ അബി എന്നാണെങ്കിൽ 3 ക്യാരക്ടറിൻ്റെ സ്പേസ് എടുക്കുള്ളൂ. മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നാണെങ്കിൽ അതിന് ആവശ്യമുള്ള അത്രയാണ്, അത്ര എടുക്കും. മാക്സിമം എത്ര എടുക്കും? മാക്സിമം ഇവിടെ കൊടുത്തിരിക്കുന്ന 25 ക്യാരക്ടർ എടുക്കും. ഇതിൻ്റെ കേസിൽ വലിയ പേര് സ്റ്റോർ ചെയ്യാനും ചെറിയ പേര് സ്റ്റോർ ചെയ്യാനും ഒക്കെ 25 ക്യാരക്ടറിൻ്റെ സ്പേസ് ഡിസ്കിൽ എടുക്കും, കമ്പ്യൂട്ടറിൻ്റെ ഡിസ്കിൽ എടുക്കും. ഇതിൻ്റെ കേസിൽ പേരിന് ആവശ്യമുള്ള അത്രയും സ്പേസ് എടുക്കുള്ളൂ, മാക്സിമം 25 ക്യാരക്ടർ വരെ ആവാം എന്നാണ് അർത്ഥം. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കെയർ ആൻഡ് വാർ കെയർ. അപ്പോൾ നമുക്ക് സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ SQL അല്ലെങ്കിൽ RDBMSൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ 2 ഡേറ്റ ടൈപ്പ് ഉണ്ട്. വൺ ഈസ് കോൾഡ് കെയർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് വിളിക്കും. മറ്റൊന്ന് വാർ കെയർ, ദാറ്റ് ഈസ്
വേരിയബിൾ ക്യാരക്ടർ. ക്യാർ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാരക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാർ ഈസ് ഫിക്സഡ് ലെങ്ത് ആണ്. എത്രയാണോ നെയിമിന് ആദ്യം പറഞ്ഞിരിക്കുന്ന നമ്പർ, ആ പേര് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ ഫിക്സ്ഡ് എത്ര ലെങ്ത് കൊടുത്തിരിക്കുന്നോ ആ ലെങ്ത് എന്തായാലും ആ പേര് സ്റ്റോർ ചെയ്യാൻ എടുക്കും അല്ലേ. വേർ ക്യാർ ആണെങ്കിൽ ആവശ്യമുള്ള സ്ഥലം മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. പിന്നെ ഡേറ്റ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഡേറ്റ് എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാം. അതിൻ്റെ ഫോർമാറ്റ് YYMMDD എന്നാണ്. സാധാരണ നമ്മൾ പിന്നെ ഡേറ്റ് എങ്ങനെ എഴുതുക? ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എടുക്കാൻ 08 അല്ലെങ്കിൽ 09 02 2021 എന്ന് എഴുതും അല്ലേ, ഇങ്ങനെ എഴുതുക. ഇതിനെയാണ് DDMMYY ഫോർമാറ്റ് എന്ന് പറയുന്നത്, YY ഫോർമാറ്റ്. പക്ഷേ MySQL എന്ന ഡേറ്റാബേസിൽ തിരിച്ചെഴുതേണ്ടത് എങ്ങനെ അറിയാം? 2021 0208. അതായത് ആദ്യം പറയേണ്ടത് YY അല്ലേ, പിന്നെ മന്ത് പറയണം, ദെൻ DD പറയണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡേറ്റ് സ്റ്റോർ ചെയ്യുന്നത് MySQL ഡേറ്റാബേസ്, കുറേ ടൈപ്പ് ഡേറ്റാബേസ് ഉണ്ട് കേട്ടോ. MySQL ഡേറ്റാബേസ് ആണെങ്കിൽ ഡേറ്റ് സ്റ്റോർ ചെയ്യണത് ആദ്യം 4 അക്ക ഇയർ സ്റ്റോർ ചെയ്യും, ദെൻ മന്ത് സ്റ്റോർ ചെയ്യും, ദെൻ ഡേ സ്റ്റോർ ചെയ്യും. അതായത് സ്റ്റോർ ചെയ്യുന്നതല്ല, അതിൻ്റെ ഫോർമാറ്റ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ കൊടുക്കേണ്ട ഫോർമാറ്റ് ആദ്യം ഇയർ കൊടുക്കണം, ദെൻ മന്ത് കൊടുക്കണം, ദെൻ ഡേറ്റ് സ്റ്റോർ കൊടുക്കണം. എങ്കിലേ ഡേറ്റാബേസിൽ സ്റ്റോർ ആവുകയുള്ളൂ MySQL ഡേറ്റാബേസ്. ഇനി മറ്റൊരു ഡേറ്റ ടൈപ്പാണ് ടൈം സ്റ്റോർ ചെയ്യാൻ. ടൈം സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് ആദ്യം അവർ, ദെൻ മിനിറ്റ്, ദെൻ സെക്കൻഡ് ഫോർമാറ്റ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അതേ ഫോർമാറ്റ് തന്നെയാണ്. HH എന്ന് പറഞ്ഞാൽ അവർ, മിനിറ്റ്, സെക്കൻഡ് രീതിയിൽ നമ്മൾ ടൈം കൊടുക്കണം. അപ്പോൾ ഡേറ്റാബേസിൽ ടൈം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം 0 to 2 മണി 35 മിനിറ്റ് 44 സെക്കൻഡ് ഇങ്ങനെ കൊടുക്കണം. ഈ രീതിയിലാണ് ടൈം നമ്മൾ ഡേറ്റാബേസിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ അറിയാം? ഒരു ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പല ടൈപ്പ് ഡേറ്റ വേണം. ഡേറ്റ ടൈപ്പ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് SQL ഡേറ്റ ടൈപ്സ് ഒന്ന് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്പാണ്. ഇത് 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്, ഡെസിമൽ ഉണ്ട് അല്ലേ. നമ്മൾ C++ലാണെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ ഡെസിമൽ കേട്ടോ. പിന്നെ സ്ട്രിങ് ഡേറ്റ ടൈപ്പ്. സ്ട്രിങ് നമുക്ക് 2 രീതിയിൽ സ്റ്റോർ ചെയ്യാം. ഫിക്സ്ഡ് ലെങ്ത്ത് ആയിട്ട് സ്റ്റോർ ചെയ്യാം, വേരിയബിൾ ലെങ്ത് ആയിട്ട് സ്റ്റോർ ചെയ്യാം അല്ലേ. ഫിക്സ്ഡ് ലെങ്ത്ത് സ്ട്രിങ് ഉണ്ട്, വേരിയബിൾ ലെങ്ത്ത് സ്ട്രിങ് ഉണ്ട്. ഡേറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ YYMMDD എന്ന ഫോർമാറ്റ് കൊടുക്കണം. ടൈം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ HH, ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്ന രീതിയിൽ കൊടുക്കണം. സോ വൺസ് അഗെയിൻ ഡേറ്റ ടൈപ്സ് ന്യൂമറിക്കൽ 2 ടൈപ്പ് ഉണ്ട്, ഇൻറ്റിജർ ഓർ ഡെസിമൽ 2 ടൈപ്പ് ഉണ്ട് അല്ലേ. സ്ട്രിങ് ആണെങ്കിൽ 2 രീതിയിൽ സ്റ്റോർ ചെയ്യാം. ഫിക്സ്ഡ് ലെങ്ത് ആണെങ്കിൽ ക്യാർ ഉപയോഗിക്കാം, വേരിയബിൾ ലെങ്ത്ത് നെയിം സ്റ്റോർ ചെയ്യണമെങ്കിൽ വേർ ക്യാർ എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കാം. ഡേറ്റ് സ്റ്റോർ ചെയ്യാൻ ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഫോർമാറ്റ് YYMMDD ആണ്. ടൈം സ്റ്റോർ ചെയ്യാനുള്ള ഫോർമാറ്റ് HH, SS എന്നുള്ള ഫോർമാറ്റിൽ കൊടുത്തിരിക്കണം. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് SQL കുറിച്ചാണ്. ആദ്യം എന്താണ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞു. ഡേറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡേറ്റ സ്റ്റോർ ചെയ്തതിനെയാണ് ഡേറ്റാബേസ് എന്ന് പറയുക. കളക്ഷൻ ഓഫ് ഡേറ്റയാണ് ഡേറ്റാബേസ്. അത് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയറിൽ ടേബിൾസ് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. അതൊരു ലാംഗ്വേജ് ആണ്. എന്തിനു ഉപയോഗിക്കുന്നു? RDBMSലെ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഡേറ്റ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് SQL. ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കി അല്ലേ. പിന്നെ SQLന് 3 കോമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇതോരോന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. DDL കമാൻഡുകൾ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ഒക്കെ DDL കമാൻഡ് ആകുമ്പോൾ DML കമാൻഡ് എന്ന് പറയുന്നത് സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ആണ്. ഒന്ന് ടേബിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇത് ഡേറ്റയായിട്ട് ബന്ധപ്പെട്ടാണ്, ടേബിളിലെ ഡേറ്റയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഒന്ന് ഡേറ്റാബേസിലേക്കുള്ള ആക്സസ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനാണ് ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. അതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 കമാൻഡാണ്. ഒന്ന് പ്രിവിലേജ് പ്രൊവൈഡ് ചെയ്യാൻ ഗ്രാൻറ്റും, പ്രിവിലേജ് തിരിച്ചെടുക്കാൻ റിവോക്ക് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നു അല്ലേ. കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് എടുക്കാൻ. ദെൻ SQLലെ ഡേറ്റ ടൈപ്സ് ആണ് പറഞ്ഞത്. പല ടൈപ്പ് ഡേറ്റയുണ്ട്. അഡ്മിഷൻ നമ്പറാണ്
നെയിം ആണെങ്കിൽ ക്യാരക്ടറാണ് അല്ലേ. ചിലത് ഡേറ്റ് ആയിരിക്കും, ചിലത് എന്തായിരിക്കും ടൈം ആയിരിക്കും. അതിനനുസരിച്ച് ഡാറ്റാബേസിൽ വ്യത്യസ്ത ഡാറ്റ ടൈപ്പുകളുണ്ട്. ന്യൂമറിക് ഡാറ്റ ടൈപ്പ് 2 ഉണ്ടെന്ന് പറഞ്ഞു. ഇൻറ്റിജർ, പോയിൻ്റ് ഇല്ലാത്തത്, ഡെസിമൽ, പോയിൻ്റ് ഉള്ള നമ്പറുകളെന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. പിന്നെ ഉള്ളത് സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. അത് 2 ടൈപ്പ് രീതിയിൽ നമുക്ക് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം. ഒന്ന് ഫിക്സഡ് ലെങ്ത്, അതിന് കെയർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമ്മൾ എത്രയാണോ കെയർ 50 കൊടുത്തെങ്കിൽ എപ്പോഴും 50 ഉപയോഗിക്കും, പേര് ചെറുതാണെങ്കിലും. പക്ഷേ പേരിനനുസരിച്ച്, പേരിൻ്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് മെമ്മറി കുറക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ എന്ത് ചെയ്യണം, വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത സൈസിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ varchar എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കണം അല്ലേ. ദെൻ ഡേറ്റ് എന്ന ഡാറ്റ ടൈപ്പിൽ MySQL ശ്രദ്ധിക്കേണ്ടത് YYYMMDD ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. ദെൻ ടൈം സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാണ്, HHMMSS ഫോർമാറ്റിലാണ്. അപ്പോൾ ഇത്രയും ഡാറ്റ ടൈപ്പുകളാണ് MySQL ഉള്ളത്. ഏതൊക്കെയാണ്? ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പായി ഇൻറ്റ്, ഫ്ലോ, ഇൻറ്റ്, ഡെസിമൽ. പിന്നെ സ്ട്രിങ്ങിൽ നമുക്ക് varchar, ഡേറ്റിൽ ഡേറ്റ് തന്നെ അത് YYYMMDD ആണ്. ടൈമിൽ ടൈം തന്നെ, ദാറ്റ് ഇസ് HHMMSS ഫോർമാറ്റ്. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് DDL കമാൻഡ്സും DML കമാൻഡ്സുമാണ്. പിന്നെ കൺസ്ട്രെയിൻസ് എന്നുള്ളത് ഇത് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഈ സെഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. കുട്ടികൾ കൃത്യമായിട്ട് നോട്ട്സ് എഴുതുക. ഈ സെഷൻ നമ്മൾ ഇനി ക്ലാസ് റൂമിൽ റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ.